ഷെർലക് ഹോംസ് അനുമാനത്തിന്റെ ശാസ്ത്രം. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഷെർലക് ഹോംസും ഞാനും അടുത്ത ദിവസം കണ്ടുമുട്ടി. കഴിഞ്ഞ തവണത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ബേക്കർ സ്ട്രീറ്റിലെ നമ്പർ 221B പാർപ്പിടം ഞങ്ങൾ പരിശോധിച്ചു. സൗകര്യപ്രദമായ 2 കിടപ്പുമുറികൾ, നല്ല വായു സഞ്ചാരമുള്ള വലിയൊരു ഇരിപ്പുമുറി എന്നിവ അടങ്ങിയതാണിത്. ചേതോഹരമായി അലങ്കരിച്ച ആ മുറികൾക്ക് വെളിച്ചം കടക്കുന്ന വിശാലമായ ഈ 2 ജനലുകൾ ഉണ്ടായിരുന്നു. ആ താമസ സ്ഥലം ഏതു നിലയ്ക്കും അങ്ങേയറ്റം അഭികാമ്യം തന്നെ. മുറികൾ ഞങ്ങൾക്കിടയിൽ വീതിക്കപ്പെട്ടപ്പോൾ വ്യവസ്ഥകൾ വളരെ ന്യായമാണെന്ന് തോന്നി. അതിനാൽ അവിടെ വെച്ച് തന്നെ ഇടപാട് അവസാനിച്ചു. ഉടനടി ഞങ്ങൾ മുറികൾ കൈവശാവകാശത്തിലാക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് ഹോട്ടലിൽ നിന്ന് എന്റെ സാധന സാമഗ്രികൾ മുറിയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ പലതരം ഇരുമ്പ് പെട്ടികളും തുകൽപ്പെട്ടികളുമായി ഷെർലക് ഹോംസ് മുറിയിലെത്തി. സാമാനങ്ങൾ കെട്ടഴിച്ച് ഏറ്റവും സൗകര്യപ്രദമായി അടുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ 2 ദിവസം. അവ ചെയ്തു കഴിഞ്ഞപ്പോൾ ക്രമേണ സ്വസ്ഥരായി. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങി. ഷെർലക് ഹോംസിനോടൊപ്പം ജീവിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അദ്ദേഹം സൗമ്യനായിരുന്നു, ശീലങ്ങൾ ചിട്ടയനുസരിച്ചുള്ളതും. രാത്രി 10-ന് ശേഷം ഉറക്കമിളയ്ക്കുക വിരളമായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അദ്ദേഹം പ്രാതൽ കഴിച്ച് പുറത്തു പോവുക പതിവാണ്. ചിലപ്പോൾ പകൽ മുഴുവനും രസതന്ത്ര പരീക്ഷണശാലയിൽ ചെലവഴിക്കും. മറ്റു ചിലപ്പോൾ ശസ്ത്രക്രിയാ മുറിയിലായിരിക്കും. പലപ്പോഴും അദ്ദേഹം ദീർഘനേരം നടക്കും. ആ നടത്തം നഗരത്തിന്റെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലാവും അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിക്കുക. ജോലി ചെയ്യാനുള്ള ത്വര ബാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയെ കവച്ചു വയ്ക്കാൻ മറ്റൊന്നിനുമാവില്ല. പക്ഷെ ഇടയ്ക്കിടെ ഒരുതരം വിമുഖത പിടികൂടും. പിന്നെ ദിവസങ്ങളോളം ഇരിപ്പുമുറിയിലെ സോഫയിൽ ഒരു വാക്ക് പോലും ഉരിയാടാതെ, ഒരു പേശി പോലും ചലിപ്പിക്കാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരേ കിടപ്പ് കിടക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വപ്ന സദൃശ്യവും ശൂന്യവുമായ ഒരുതരം ഭാവം ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവും സ്വഭാവവും സംശുദ്ധമല്ലായിരുന്നെങ്കിൽ അദ്ദേഹം മയക്കുമരുന്നിനെ അടിമപ്പെട്ട് മയങ്ങുകയാണെന്ന് ഞാൻ സംശയിക്കുമായിരുന്നു. ആഴ്ചകൾ കടന്നു പോയതോടെ എനിക്ക് അദ്ദേഹത്തിലുള്ള താല്പര്യം വർദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ചറിയാനുള്ള കൗതുകം ക്രമേണ രൂഢമൂലമാവുകയും വർദ്ധിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആകാരവും ബാഹ്യമായ കാഴ്ചയും ഏറ്റവും സാധാരണക്കാരനായ ഒരു നിരീക്ഷകന്റെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നതാണ്. 6 അടിയിൽ കൂടുതൽ പൊക്കവും വളരെ മെലിഞ്ഞ ശരീരവും കൂടിയായപ്പോൾ കാഴ്ചയിൽ കൂടുതൽ ഉയരമുള്ളതായി തോന്നിച്ചു. കണ്ണുകൾ നിശിതവും തുളഞ്ഞു കയറുന്നതുമായിരുന്നു. പരുന്തിൻ്റേതു പോലെയുള്ള അദ്ദേഹത്തിന്റെ കനം കുറഞ്ഞ മൂക്ക് ഭാവങ്ങൾക്ക് ജാഗ്രതയുടെയും ദൃഢനിശ്ചയത്തിൻ്റെതുമായ ഒരു അന്തരീക്ഷമേകി. ചതുരാകൃതിയിലുള്ളതും ഉന്തി നിൽക്കുന്നതുമായ താടിയെല്ലും ദൃഢമനസ്ഥിതിയെ സ്ഫുരിക്കുന്നതുമായിരുന്നു. ആ കൈകളിൽ എപ്പോഴും മഷിയും രാസവസ്തുക്കളുടെ കറയും പുരണ്ടിട്ടുണ്ടാവും. എങ്കിലും അദ്ദേഹം അസാധാരണമായ സ്പർശന ചാരുത ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പരീക്ഷണോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സവിശേഷത നിരീക്ഷിക്കാനുള്ള സന്ദർഭം എനിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്റെ ആകാംക്ഷയെ എത്രമാത്രം ഉണർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ മൗനം ഭഞ്ജിക്കാൻ ഞാൻ എത്രമാത്രം പണിപ്പെട്ടിട്ടുണ്ടെന്നും സമ്മതിക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു പരകാര്യ വ്യഗ്രനായി വായനക്കാർ എന്നെ കണക്കാക്കിയേക്കും. എന്നാൽ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതം എത്രമാത്രം ലക്ഷ്യരഹിതമായിരുന്നെന്നും എന്റെ ശ്രദ്ധ ചെലുത്തൽ എത്ര കുറച്ചു മാത്രമായിരുന്നുണ്ടായിരുന്നതെന്നും ഓർക്കേണ്ടതാണ്. എന്തെങ്കിലും സാഹസത്തിന് തുനിയുന്നതിന് മോശമായ ആരോഗ്യം എന്നെ അനുവദിച്ചില്ല. കാലാവസ്ഥ അസാധാരണമായി അനുകൂലമാണെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും സാധിക്കുമായിരുന്നുള്ളൂ. എന്നെ സന്ദർശിക്കാനോ ദൈനംദിന ജീവിതത്തിൽ വിരസതയകറ്റാനോ സുഹൃത്തുക്കളില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂട്ടുകാരന് ചുറ്റും വലയം ചെയ്തു കിടന്നിരുന്ന ആ കൊച്ചു നിഗൂഢതയെ ഞാൻ ഉത്കണ്ഠാപൂർവം സ്വാഗതം ചെയ്തു. അത് അനാവരണം ചെയ്യാനുള്ള ശ്രമത്തിൽ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുകയും ചെയ്തു പോന്നു. ഷെർലക് ഹോംസ് വൈദ്യശാസ്ത്രമല്ല പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ചോദ്യത്തിന് മറുപടിയായി അക്കാര്യത്തിന്മേൽ സ്റ്റാൻഫോർഡ് ഉന്നയിച്ച അഭിപ്രായം അദ്ദേഹം സ്ഥിരീകരിച്ചു. ശാസ്ത്രത്തിൽ ബിരുദം ലഭിക്കത്തക്ക ഒരു പാഠ്യപദ്ധതിയിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടില്ല. അതുമല്ലെങ്കിൽ പണ്ഡിതലോകത്തിലേക്ക് പ്രവേശനം സിദ്ധിക്കുമെന്നും അംഗീകാരമുള്ള എന്തെങ്കിലും ചെയ്തിട്ടുമില്ല. എന്നാലും ചില പഠനങ്ങളോടുള്ള ഉത്സാഹം അഭിനന്ദനാർഹമായിരുന്നു. വിചിത്രമായ പരിമിതിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അറിവ് അസാധാരണമായി സൂക്ഷ്മവും സമൃദ്ധവുമായിരുന്നു. ആ നിരീക്ഷണങ്ങൾ എന്നെ ശരിക്കും വിസ്മയഭരിതനാക്കിയിട്ടുണ്ട്. വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ ഇത്രയും കൃത്യമായ ഒരു വിവരം ലഭിക്കാൻ വേണ്ടി ഒരു മനുഷ്യനും കഠിനമായി അധ്വാനിക്കില്ലെന്ന് തീർച്ച. ഒഴുക്കൻ മട്ടിലുള്ള വായനക്കാർ തങ്ങളുടെ പഠനത്തിൽ വിരളമായ കൃത്യത പുലർത്താറുള്ളൂ.
തക്കതായ കാരണമില്ലാതെ ഒരു മനുഷ്യനും നിസ്സാര കാര്യങ്ങൾ വലിച്ചു കയറ്റി മനസ്സ് പുണ്ണാക്കാറില്ല. അദ്ദേഹത്തിന്റെ അറിവിനെ പോലെ തന്നെ അജ്ഞതയും അനന്യ സാധാരണമായിരുന്നു. സമകാലിക സാഹിത്യം, തത്വശാസ്ത്രം, രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചുക്കും അറിയില്ല. തോമസ് കാർലൈലിനെ ഞാൻ ഉദ്ധരിച്ചപ്പോൾ അതാരാണെന്നും അദ്ദേഹം എന്താണ് ചെയ്തതെന്നും നിഷ്കളങ്കവും വിസ്മയകരവുമായ രീതിയിൽ അദ്ദേഹം എന്നോട് അന്വേഷിച്ചു. കോപ്പർനിക്കൻ സിദ്ധാന്തത്തെയും സൗരയൂഥ ഘടനയെയും കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലെന്ന് യാദർശികമായി ഞാൻ കണ്ടെത്തിയപ്പോഴാണ് എന്റെ ആശ്ചര്യം മൂർധന്യ ദശയിലെത്തിയത്. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഈ 19-ാം നൂറ്റാണ്ടിലെ സംസ്കാര സമ്പന്നനായ ആ മനുഷ്യൻ ബോധവാനല്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ അമ്പരന്ന പോലെ തോന്നുന്നു. എന്റെ ഭാവം കണ്ട അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അറിയാമെങ്കിൽ തന്നെ ഞാനത് മറക്കാനാണ് പരമാവധി ശ്രമിക്കുക. മറക്കാൻ ശ്രമിക്കുകയോ? നോക്കൂ, അദ്ദേഹം വിശദീകരിച്ചു. ഒരു മനുഷ്യന്റെ തലച്ചോറ് പ്രാഥമികാവസ്ഥയിൽ ശൂന്യമായ ചെറിയൊരു അറയായിരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാമാനങ്ങളെ അതിനുള്ളിൽ അട്ടിവെക്കാവൂ. ഒരു വിഡ്ഢി താൻ കാണാനിടയായ എല്ലാ സാമാനങ്ങളും വാരിവലിച്ച് അതിനുള്ളിലിടുന്നു. അതിനാൽ അവന് ഉപയോഗപ്രദമായ അറിവ് അക്കൂട്ടത്തിൽ ഞെരുങ്ങിപ്പോകുന്നു. അതല്ലെങ്കിൽ മറ്റു ധാരാളം സാധനങ്ങളുമായി കൂടിച്ചേർന്ന് അലങ്കോലപ്പെടുന്നു. അങ്ങനെയാവുമ്പോൾ ആവശ്യമുള്ളതെടുത്ത് കൈകാര്യം ചെയ്യാൻ അവൻ ബുദ്ധിമുട്ടും. ഇപ്പോൾ വിദഗ്ധനായ പണിക്കാരൻ സ്വന്തം തലച്ചോർ അറയിൽ എന്തൊക്കെ ഇടണമെന്നതിനെ കുറിച്ച് വളരെ ശ്രദ്ധാലുവാണ്. ജോലി ചെയ്യാൻ സഹായകമായേക്കാവുന്ന പണിയായുധങ്ങൾ ഒഴികെ മറ്റൊന്നും തന്നെ അവന്റെ കയ്യിലുണ്ടാവുകയില്ല. ഈ പണിയായുധങ്ങളിൽ വൈവിധ്യമാർന്ന വലിയൊരു ശേഖരം അവന്റെ പക്കലുണ്ട്. അവയെല്ലാം ഏറ്റവും കുറ്റമറ്റ ക്രമത്തിലുമാണ്. അറയായി ഉപയോഗിക്കുന്ന ആ മുറിക്ക് ഇലാസ്റ്റിക് ചുമരുകളുണ്ടെന്നും അവ എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാമെന്നും ചിന്തിക്കുന്നത് തെറ്റാണ്. അതിനെ ആശ്രയിച്ചാൽ മറ്റൊരു കുഴപ്പം വന്നു ചേരും. അതായത് ഓരോ അറിവ് കൂടി വരുംതോറും നിങ്ങൾ മുമ്പ് അറിഞ്ഞിരുന്നത് മറന്നു പോകുന്നു. അതിനാൽ ഉപയോഗമുള്ളതിനെ ഉപയോഗശൂന്യമായവ തട്ടിമാറ്റാതിരിക്കുക എന്നത് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അപ്പോൾ സൗരയൂഥത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഞാൻ തർക്കം ഉന്നയിച്ചു. അതും ഞാനും തമ്മിൽ എന്ത് ബന്ധം? അദ്ദേഹം അക്ഷമയോടെ ഇടയിൽ കയറി പറഞ്ഞു. നമ്മൾ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. നമ്മൾ ചന്ദ്രന് ചുറ്റും സഞ്ചരിച്ചാലും എന്നെ സംബന്ധിച്ചോ എന്റെ ജോലിയെ സംബന്ധിച്ചോ അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ആ ജോലി എന്താണെന്ന് ഞാൻ ചോദിക്കാൻ പുറപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയിലെ എന്തോ ഒന്ന് അത്തരമൊരു ചോദ്യം അനാവശ്യമായിരിക്കുമെന്ന് വ്യക്തമാക്കി. എന്നാലും ഞങ്ങളുടെ ലഘു സംഭാഷണത്തെക്കുറിച്ച് പര്യാലോചിച്ച് അതിൽ നിന്ന് ഒരു അനുമാനത്തിലെത്തിച്ചേരാൻ ഞാൻ ശ്രമിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു ജ്ഞാനവും താൻ ആർജിക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ കരസ്ഥമാക്കുന്ന എല്ലാ അറിവും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കണം. അസാധാരണമായ അറിവുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ട എല്ലാത്തരം വിഷയങ്ങളെക്കുറിച്ചും ഞാൻ മനസ്സിൽ തിട്ടപ്പെടുത്തി. ഒരു പെൻസിലെടുത്ത് അവ കുറിച്ചെടുക്കുക പോലും ചെയ്തു. കുറിപ്പ് പൂർത്തിയായപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്രകാരമായിരുന്നു ആ കുറിപ്പ്. ഷെർലക് ഹോംസ്, അദ്ദേഹത്തിന്റെ പരിമിതികൾ. 1. സാഹിത്യത്തിലുള്ള വിജ്ഞാനം ഒന്നുമില്ല. 2. തത്വശാസ്ത്രത്തിലുള്ള വിജ്ഞാനം ഒന്നുമില്ല. 3. ജ്യോതിശാസ്ത്രത്തിലുള്ള വിജ്ഞാനം ഒന്നുമില്ല. 4. രാഷ്ട്രീയത്തിലുള്ള വിജ്ഞാനം ശുഷ്കം. 5. സസ്യശാസ്ത്രത്തിലുള്ള വിജ്ഞാനം അസ്ഥിരം. ബെല്ലഡോണ, വിഷമൂലിക, അവിൻ, വിഷവസ്തുക്കൾ, പൊതുവിൽ എന്നിവയെക്കുറിച്ച് നല്ല അറിവ്. പ്രായോഗിക പുഷ്പകൃഷിയെക്കുറിച്ച് ഒട്ടും അറിവില്ല. 6. ഭൂഗർഭശാസ്ത്രത്തിലുള്ള അറിവ് പ്രായോഗികം, പക്ഷേ പരിമിതം. വ്യത്യസ്ത മണ്ണുകൾ തമ്മിലുള്ള വ്യത്യാസം ഒറ്റനോട്ടത്തിൽ പറയും. നടത്തത്തിന് ശേഷം തന്റെ പാൻസിൽ ചളി തെറിച്ച് വീണത് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചളിയുടെ നിറവും സാന്ദ്രതയും നോക്കി ലണ്ടന്റെ ഏത് ഭാഗത്തു നിന്നാണ് അവ പറ്റിപ്പിടിച്ചതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 7. രസതന്ത്രത്തിലുള്ള വിജ്ഞാനം അഗാധം. 8. ശരീരാവയവ ശാസ്ത്രത്തിലുള്ള വിജ്ഞാനം കൃത്യം, പക്ഷേ ക്രമരഹിതം. 9. സംഭ്രമജനകമായ സാഹിത്യത്തിലുള്ള വിജ്ഞാനം ഗംഭീരം. ഈ നൂറ്റാണ്ടിൽ നടന്ന സർവ്വ ഭീകരകൃത്യങ്ങളുടെയും വിശദാംശങ്ങൾ അദ്ദേഹത്തിനറിയാം. 10. നന്നായി വയലിൻ വായിക്കും. 11. മുച്ചാൺവടി അടിത്തറ വിദ്യയിൽ വിദഗ്ധൻ, ബോക്സർ, വാൾപ്പയറ്റുകാരൻ. 12. ബ്രിട്ടീഷ് നിയമത്തെപ്പറ്റി നല്ല പ്രായോഗിക പരിജ്ഞാനം. പട്ടിക നീണ്ടുപോയപ്പോൾ ഞാനത് നിരാശയോടെ വലിച്ചു ചീന്തി തീയിലെറിഞ്ഞു കളഞ്ഞു. വയലിനിലുള്ള കഴിവിനെക്കുറിച്ച് ഞാൻ മുകളിലെ പട്ടികയിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ.
വളരെ പ്രശംസനീയമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റു കഴിവുകളെ പോലെ കിറുക്ക് നിറഞ്ഞതായിരുന്നു ഇതും. അദ്ദേഹത്തിന് വയലിനിൽ ദുഷ്കരമായ സംഗീത ശകലങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ അഭ്യർത്ഥന പ്രകാരം എനിക്ക് അദ്ദേഹം ഇഷ്ടപ്പെട്ട ചില സംഗീത ശകലങ്ങൾ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് വിട്ടാൽ അദ്ദേഹം അപൂർവമായ നല്ല സംഗീതം സൃഷ്ടിച്ചിരുന്നുള്ളൂ. സന്ധ്യാനേരത്ത് ചാരു കസേരയിൽ ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ച് വയലിൻ കാൽമുട്ടുകളിൽ വെച്ച് അതിൽ അശ്രദ്ധമായി വിരലുകൾ ഓടിച്ച് അപശബ്ദം പുറപ്പെടുവിക്കും. ചിലപ്പോൾ തന്ത്രികൾ ഇമ്പമാർന്നതും ദുഃഖസാന്ദ്രവുമായിരുന്നു. മറ്റു ചിലപ്പോൾ അവ വിസ്മയാവഹവും പ്രസാദാത്മാവുമായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ആ ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന ചിന്തകളെ പ്രതിഫലിപ്പിച്ചു. പക്ഷെ ആ സംഗീതം അദ്ദേഹത്തിന്റെ ചിന്തകളെ സഹായിച്ചിരുന്നുവോ, അതല്ലെങ്കിൽ വയലിൻ വായന ഒരുതരം മനോചാപല്യത്തിന്റെ ഫലമായിരുന്നുവോ എന്ന ആശയക്കുഴപ്പത്തിൽ ഞാൻ അകപ്പെട്ടു. എന്റെ ക്ഷമ കെടുത്തുന്ന പരീക്ഷണത്തിനിടയിൽ നേരിയ ആശ്വാസം പകരാൻ എന്നോണം ഒന്നിനു പിന്നാലെ ഒന്നായി എനിക്കിഷ്ടപ്പെട്ട ഏതാനും ഗാനങ്ങൾ അതിവേഗം വായിച്ചിരുന്നില്ലെങ്കിൽ ആ വിരസമായ രാഗാലാപനത്തിനെതിരെ ഞാൻ കലഹിക്കുമായിരുന്നു. ആദ്യത്തെ 1-2 ആഴ്ച ഞങ്ങൾക്ക് സന്ദർശകരാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ എന്നെപ്പോലെ തന്നെ സുഹൃത്തുക്കളില്ലാത്ത ഒരാളാണ് കൂട്ടുകാരൻ എന്നെനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴദ്ദേഹത്തിന് ധാരാളം പരിചയക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവരെല്ലാം സമൂഹത്തിലെ ഏറ്റവും വ്യത്യസ്തമായ വർഗത്തിലുള്ളവരാണ്. അവരിലൊരാൾ വിളറിയ എലിമുഖമുള്ള കറുത്ത കണ്ണുകളുള്ള കുള്ളനായിരുന്ന മിസ്റ്റർ ലെസ്റ്റേഡ് എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെട്ട് അയാൾ ആഴ്ചയിൽ 3-4 തവണ അവിടെ വരുമായിരുന്നു. ഒരു ദിവസം രാവിലെ മോടിയിൽ വസ്ത്രധാരണം ചെയ്ത ഒരു യുവതി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം അരമണിക്കൂറിലധികം മുറിയിൽ തങ്ങി. അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് തലനരച്ച ദരിദ്രനായ ഒരാൾ സംഭ്രാന്തിയോടെ സന്ദർശകനായി അവിടെ എത്തി. അയാളെ കണ്ടാൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ജൂതനാണെന്ന് തോന്നും. അയാളുടെ പുറകെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു കിഴവിയും ഉണ്ടായിരുന്നു. മറ്റൊരവസരത്തിൽ തല നരച്ചൊരു മാന്യവൃദ്ധൻ എന്റെ സുഹൃത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. പിന്നെ ഒരിക്കൽ ബില്ലൂസ് തുണി കൊണ്ടുള്ള യൂണിഫോം ധരിച്ച ഒരു റെയിൽവേ ചുമട്ടു തൊഴിലാളിയും അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇത്തരത്തിൽപ്പെട്ടവരാരെങ്കിലും ഞങ്ങളുടെ താമസ സ്ഥലത്ത് വന്നാൽ സ്വീകരണ മുറി തന്റെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കാൻ ഷെർലക് ഹോംസ് എന്നോട് അപേക്ഷിക്കും. ഞാനപ്പോൾ കിടപ്പുമുറിയിലേക്ക് ഉൾവലിയും. ഈ അസൗകര്യത്തിന് അദ്ദേഹം എപ്പോഴും എന്നോട് ക്ഷമ ചോദിക്കുമായിരുന്നു. ഈ മുറി എനിക്കെന്റെ ജോലി സ്ഥലമായി കൂടി ഉപയോഗിക്കേണ്ടി വരുന്നു, അദ്ദേഹം പറയും. ഈ ആൾക്കാർ എന്റെ കക്ഷികളാണ്. എനിക്ക് അദ്ദേഹത്തോട് സ്പഷ്ടമായ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ കൈകടത്തേണ്ടതില്ല എന്ന ചിന്ത എന്നെ തടഞ്ഞു. തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുന്നതിന് അദ്ദേഹത്തിന് തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം സ്വന്തം നിലയിൽ വിഷയത്തിലേക്ക് കടന്ന് എന്റെ സംശയങ്ങൾ പെട്ടെന്ന് ദൂരീകരിച്ചു തന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാർച്ച് 4-നായിരുന്നു അത്. ഞാൻ പതിവിലും നേരത്തെ ഉണർന്നു. അപ്പോഴും ഷെർലക് ഹോംസ് പ്രാതൽ കഴിച്ചു കഴിഞ്ഞിരുന്നില്ല. വൈകി എഴുന്നേൽക്കുന്ന എന്റെ ശീലവുമായി ഞങ്ങളുടെ വീട്ടുടമ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നതിനാൽ എന്റെ കിടപ്പുമുറി അടുക്കി വെക്കുകയോ കാപ്പി തയ്യാറാക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ മനുഷ്യന്റെ സഹജമായ ദുശീലത്തോടെ ബെല്ലടിച്ച് ഞാൻ തയ്യാറായെന്ന് നിർമര്യാദയോടെയാണെങ്കിലും അറിയിച്ചു. പിന്നീട് മേശപ്പുറത്തു നിന്ന് ഒരു മാസിക കയ്യിലെടുത്ത് വെറുതെ മറിച്ചു നോക്കി. സമയം കളയാൻ ശ്രമിച്ചു. അപ്പോൾ എന്റെ കൂട്ടുകാരൻ നിശബ്ദനായി പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാസികയിലെ ഒരു തലക്കെട്ടിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ഞാൻ എന്റെ കണ്ണുകൾ അതിലൂടെ പായിക്കാൻ ആരംഭിച്ചു. ജീവിതത്തിന്റെ പുസ്തകം എന്നായിരുന്നു അതിന്റെ ആകാംക്ഷയുളവാക്കുന്ന തലക്കെട്ട്. നിരീക്ഷണ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ തന്റെ വഴിയിൽ വന്ന എല്ലാറ്റിനെയും കൃത്യതയോടെയും ചിട്ടയോടെയും പരിശോധിച്ചാൽ എത്രത്തോളം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കൗശലത്തിന്റെയും അസംബന്ധത്തിന്റെയും ഒരു മിശ്രിതമായി ആ ലേഖനം എനിക്ക് അനുഭവപ്പെട്ടു. അതിലെ യുക്തി അടുക്കും തീഷ്ണതയും ഉള്ളതാണെങ്കിലും അനുമാനങ്ങൾ പരസ്പരം ബന്ധമില്ലാത്തതും അതിശയോക്തിപരവുമായി എനിക്ക് തോന്നി. പേശിയുടെ ഒരു ചലനമോ കണ്ണിന്റെ ഒരു കടാക്ഷമോ പോലെയുള്ള നൈമിഷികമായ ഭാവപ്രകടനത്തിലൂടെ മനുഷ്യന്റെ ആന്തരിക ചിന്തകൾ അളക്കാമെന്ന് ലേഖകൻ അവകാശപ്പെടുന്നു. നിരീക്ഷണത്തിലും അപഗ്രഥനത്തിലും പരിശീലനം സിദ്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റുപറ്റുക അസാധ്യമാണെന്നായിരുന്നു ലേഖകന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ യൂക്ലിഡിന്റെ ചില സിദ്ധാന്തങ്ങൾ പോലെ അപ്രമാദിത്വമുള്ളവയാണത്രേ. ലേഖകൻ എത്തിച്ചേർന്ന നിഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അദ്ദേഹം ഒരു ചെപ്പടി വിദ്യക്കാരനാണെന്നേ തോന്നുകയുള്ളൂ അത്രേ. ലേഖകൻ പറയുകയാണ്,
അറ്റ്ലാന്റിക് സമുദ്രത്തെയോ നയാഗ്ര വെള്ളച്ചാട്ടത്തെയോ കാണാതെയോ കേൾക്കാതെയോ തന്നെ ഒരു തർക്കശാസ്ത്രകാരന് ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് അതിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അനുമാനിക്കാനാവും. അതിനാൽ എല്ലാ ജീവിതവും വലിയൊരു ശൃംഖലയാണ്. അതിന്റെ ഒരു കണ്ണി നാം കണ്ടെത്തുമ്പോൾ അതിന്റെ മൊത്തം പ്രകൃതവും നാം മനസ്സിലാക്കുന്നു. മറ്റെല്ലാ ശാസ്ത്രത്തെയും പോലെ അനുമാനത്തിന്റെയും അപഗ്രഥനത്തിന്റെയും ശാസ്ത്രത്തെ ദീർഘവും ക്ഷമാപൂർവമായ പഠനത്തിലൂടെ മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ. എന്നാൽ പരിപൂർണത നേടത്തക്ക വിധം മനുഷ്യായുസ് അത്ര നീണ്ടതുമല്ല. ഏറ്റവും വിഷമം പിടിച്ച ഇക്കാര്യത്തിൽ ധാർമ്മികവും മാനസികവുമായ വശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്വേഷകൻ പ്രാഥമികമായ ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യ സഹജീവിയെ കണ്ടുമുട്ടുമ്പോൾ അയാളുടെ ചരിത്രവും അയാൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരമോ തൊഴിലോ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ അയാൾ പഠിക്കട്ടെ. ഈ പഠനം ബാലിശമായ കാര്യമായി തോന്നിയേക്കാം, പക്ഷേ ഇത് നിരീക്ഷണശേഷിയെ തീക്ഷ്ണമാക്കുകയും ഒരുവൻ എങ്ങോട്ട് നോക്കണം, എന്തിനു വേണ്ടി നോക്കണം എന്നിവ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാളുടെ കൈവിരൽ, നഖങ്ങൾ, കോട്ടിന്റെ കൈ, ചെരുപ്പ്, ട്രൗസർ, ചൂണ്ടുവിരലിന്റെയും തള്ളവിരലിന്റെയും പരിവരിപ്പ്, മുഖഭാവം, കുപ്പായ കൈയിന്റെ കുടുക്കുകൾ എന്നിവയിൽ നിന്നെല്ലാം അയാളുടെ തൊഴിൽ ഏതെന്ന് വെളിവാക്കാനാകും. സമർത്ഥനായ ഒരന്വേഷകൻ ഇതിൽ പരാജയപ്പെടുകയില്ലെന്ന് തീർച്ച. എന്തൊരു നിരർത്ഥകമായ ജൽപ്പനം! മാനസിക ശക്തിയോടെ മേശപ്പുറത്തിട്ടുകൊണ്ട് ഞാൻ ആക്രോശിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു അസംബന്ധം ഞാൻ ഇന്നേ വരെ ഒരിടത്തും വായിച്ചിട്ടില്ല. എന്താ കാര്യം? ഷെർലക് ഹോംസ് ചോദിച്ചു. ഇതാ ഈ ലേഖനം തന്നെ. പ്രാതൽ കഴിക്കാനിരിക്കവേ കയ്യിലെ സ്പൂൺ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങളാണിത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ ഇത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ലേഖനം വളരെ സമർത്ഥമായാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇത് ഏതോ ഒരു അലസൻ തന്റെ പഠനത്തിന്റെ ഒഴിവുവേളകളിൽ ചാരുകസേരയിലിരുന്ന് ഉരുത്തിരിച്ചെടുത്ത പരസ്പര വിരുദ്ധമായ സിദ്ധാന്തമാണെന്ന് വ്യക്തമാണ്. ഇതൊന്നും പ്രായോഗികമല്ല. ഇതിന്റെ ലേഖകനെ ഒരു 3ാം ക്ലാസ് ഭൂഗർഭ വാഹനത്തിൽ കയറ്റി സഹയാത്രികരുടെ എല്ലാം തൊഴിലെന്തെന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സഹയാത്രികരുടെ യാത്രാക്കൂലി അയാളെ കൊണ്ട് കൊടുപ്പിക്കുകയും വേണം. ഞാൻ അയാൾക്കെതിരെ 1ന് 1000 എന്ന തോതിൽ പന്തയം വയ്ക്കാം. നിങ്ങൾക്ക് പണം നഷ്ടമാകും, ഹോംസ് ശാന്തമായി അഭിപ്രായപ്പെട്ടു. ഇനി ആ ലേഖനത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് ഞാൻ തന്നെ എഴുതിയതാണ്. നിങ്ങളോ? അതെ, ഞാൻ നിരീക്ഷണവും അനുമാനവും ഒരേ സമയം നടത്തുന്നു. നിങ്ങൾക്ക് വെറും മനോരാജ്യപരമായി തോന്നുന്നതും ഞാൻ ലേഖനത്തിൽ പ്രകടിപ്പിച്ചതുമായ സിദ്ധാന്തങ്ങൾ വാസ്തവത്തിൽ അങ്ങേയറ്റം പ്രായോഗികമാണ്. അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതിന് കാരണമുണ്ട്. എന്റെ ഉപജീവന മാർഗത്തിന് ഞാൻ ഇതിനെ ആശ്രയിക്കുന്നു. എങ്ങനെ? വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു. പറയാം. എനിക്ക് സ്വന്തമായ ഒരു തൊഴിലുണ്ട്. ഈ തൊഴിലിൽ ലോകത്തിലെ ഒരേ ഒരാൾ ഞാനാണെന്ന് കരുതുന്നു. കുറ്റാന്വേഷണം ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ആൾ, അതായത് കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് ആണ് ഞാൻ. നിങ്ങൾക്കിതെന്താണെന്ന് മനസ്സിലാകുമോ ആവോ? ഇവിടെ ലണ്ടനിൽ നമുക്ക് ധാരാളം ഗവൺമെന്റ് കുറ്റാന്വേഷകരും സ്വകാര്യ കുറ്റാന്വേഷകരുമുണ്ട്. അവർക്ക് അബദ്ധം പിണയുമ്പോൾ എന്നെ അവർ സമീപിക്കുന്നു. അപ്പോൾ തക്കതായ മണം പിടിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അവർ എല്ലാ തെളിവുകളും എന്റെ മുന്നിൽ നിരത്തുന്നു. കുറ്റാന്വേഷണ ചരിത്രത്തിൽ എനിക്കുള്ള അറിവിന്റെ സഹായത്താൽ അവയെല്ലാം നേരെയാക്കി കൊടുക്കാൻ ഞാൻ പ്രാപ്തനാണ്. മിസ്റ്റർ ലെസ്ട്രൈഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രശസ്തനായൊരു കുറ്റാന്വേഷകനാണ്. ഈയിടെ ഒരു കള്ളപ്രമാണ കേസിൽ അദ്ദേഹം സ്വയം അകപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്നത്. അപ്പോൾ മറ്റുള്ളവരോ? അവരിൽ മിക്കവരെയും സ്വകാര്യ അന്വേഷണ ഏജന്റുമാർ അയക്കുന്നതാണ്. അവരൊക്കെ എന്തെങ്കിലും കുഴപ്പത്തിൽ അകപ്പെട്ട് സഹായം ആവശ്യപ്പെട്ടു വരുന്നവരാണ്. ഞാൻ അവരുടെ കഥ ശ്രദ്ധിക്കുന്നു. അവരെന്റെ വിശകലനങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെ ഞാൻ എന്റെ ഫീസ് കീശയിലാക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ എല്ലാ വിശദാംശങ്ങളും സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ട് പോലും. അവർക്ക് കുരുക്കഴിക്കാൻ കഴിയാത്ത കേസുകൾ മുറിയിൽ നിന്ന് പുറത്തു പോകാതെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? തികച്ചും അങ്ങനെ തന്നെ. ആ നിലയ്ക്ക് എനിക്കൊരു തരം അന്തർജ്ഞാനമുണ്ട്. ചിലപ്പോൾ അല്പം സങ്കീർണമായ കേസുകൾ തകിടം മറിയായുകയുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നേരിട്ട് അന്വേഷിക്കേണ്ടി വരികയും സംഗതികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വരികയും ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ചില സവിശേഷ ജ്ഞാനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ജ്ഞാനം ഞാൻ കേസുകളുടെ കാര്യത്തിൽ പ്രയോഗിക്കുമ്പോൾ സംഗതികൾ അത്ഭുതകരമായ വിധം എളുപ്പമായി തീരുന്നു. ഇപ്പോൾ വായിച്ച ലേഖനത്തിലെ നിങ്ങളുടെ പുച്ഛത്തിനിരയായ അനുമാന നിയമങ്ങൾ പ്രായോഗിക ജോലിയിൽ എനിക്ക് വിലമതിക്കാനാവാത്തവയാണ്. നിരീക്ഷണമെന്നത് എന്റെ രണ്ടാമത്തെ പ്രകൃതമാണ്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ
നിങ്ങൾ ആശ്ചര്യപ്പെട്ടുപോയി. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കാണും, സംശയമില്ല. അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നതെന്ന്. ദീർഘനാളത്തെ എന്റെ ശീലങ്ങളിൽ നിന്ന് എന്റെ ചിന്താ പരമ്പര മനസ്സിലൂടെ അതിവേഗം സഞ്ചരിച്ചു. തുടർന്ന് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ ഇട നൽകാതെ ഞാനൊരു നിഗമനത്തിലെത്തി. എന്റെ യുക്തി പരമ്പര ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പോലെയുള്ള ഒരു മാന്യനിത, പക്ഷേ കണ്ടിട്ട് പട്ടാളക്കാരൻ്റെതായ ഒരു മട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സൈനിക് ഡോക്ടർ ആയിരുന്നിരിക്കണം. ഇദ്ദേഹം ഇപ്പോൾ ഉഷ്ണമേഖല പ്രദേശത്തു നിന്ന് വന്നിട്ടേയുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ മുഖം ചുരുണ്ടിരിക്കുന്നു. എന്നാൽ അത് തൊലിയുടെ സ്വാഭാവിക നിറമല്ല. എന്തെന്നാൽ കണങ്കൈക്ക് നല്ല നിറമാണ്. ഇദ്ദേഹം ദുരിതങ്ങളും രോഗങ്ങളും സഹിച്ചിട്ടുണ്ട്. ക്ഷീണിച്ച മുഖം അത് വിളിച്ചു പറയുന്നു. ഇടത് കൈയിൽ പരിക്കുണ്ട്. ഇദ്ദേഹം ആ കൈ കുത്തനെ അസ്വാഭാവികമായ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. വേറെ ഏതൊരു ഉഷ്ണമേഖല പ്രദേശത്താണ് ഒരു ഇംഗ്ലീഷ് സൈനിക ഡോക്ടർക്ക് ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരികയും കയ്യിൽ മുറിവ് പറ്റുകയും ചെയ്യേണ്ടി വരിക? സംശയമില്ല, അഫ്ഗാനിസ്ഥാനിൽ തന്നെ. ഈ ചിന്താ പരമ്പരയ്ക്ക് ആകെ കൂടി ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത്. നിങ്ങൾ ആശ്ചര്യപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ വിവരണം കേട്ടാൽ സംഗതി വളരെ ലളിതമാണെന്ന് തോന്നും. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്നെ എഡ്ഗർ അല്ലൻ പോയുടെ ഡൂപ്പിൻ എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. കെട്ടുകഥകളിലല്ലാതെ അത്തരം വ്യക്തികൾ ജീവിക്കുന്നു എന്ന ധാരണ എനിക്കില്ലായിരുന്നു. ഷെർലക് ഹോംസ് എഴുന്നേറ്റ് പൈപ്പ് കൊളുത്തി. എന്നെ ഡൂപ്പിനോട് താരതമ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ എന്നെ അനുമോദിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം നിരീക്ഷണാത്മകമായി പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ഡൂപ്പിൻ വളരെ താഴേക്കിടയിലാണ്. 1/4 മണിക്കൂറോളം മിണ്ടാതെ ഇരുന്നിട്ട് സുഹൃത്തുക്കളുടെ ചിന്ത വായിച്ചെടുക്കുന്ന ഡൂപ്പിന്റെ വിദ്യ വളരെ പ്രദർശനപരവും ഉപരിവിപ്ലവവുമാണ്. അയാൾക്ക് ചില അപഗ്രഥനാത്മക പ്രതിഭയുണ്ടെന്ന് തീർച്ചയാണ്. എന്നാൽ എഡ്ഗർ അല്ലൻ പോ വിചാരിച്ച പോലെ അയാൾ അത്ര വലിയൊരു പ്രതിഭാസമായിരുന്നില്ല. നിങ്ങൾ ഗൊബാറിയോയുടെ കൃതികൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ലീകോക്ക് എന്ന കഥാപാത്രം നിങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള കുറ്റാന്വേഷകന്റെ നിലവാരത്തിലേക്ക് വരുന്നുണ്ടോ? ഷെർലക് ഹോംസ് പരിഹാസ്യതോതകമായി ഒന്ന് മൂക്കുചീറ്റി. ലീകോക്ക് സഹതാപം അർഹിക്കുന്ന ഒരു പണിക്കാരനാണ്. അദ്ദേഹം അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു കാര്യം മാത്രമാണ് അയാളിൽ അഭിനന്ദനീയമായി ഉണ്ടായിരുന്നത്. അത് അയാളുടെ ഊർജ്ജസ്വലതയായിരുന്നു. ആ പുസ്തകം എന്നെ ശരിക്കും മടുപ്പിച്ചു. അജ്ഞാതനായ ഒരു തടവുപുള്ളിയെ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു അതിലെ പ്രമേയം. എനിക്കത് പരിഹരിക്കാൻ 24 മണിക്കൂർ മതി. ലീകോക്കിന് 6 മാസമോ മറ്റോ വേണ്ടി വന്നു. എന്തൊക്കെ ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കാൻ ഞാൻ കുറ്റാന്വേഷകർക്ക് വേണ്ടി ഒരു പാഠപുസ്തകം നിർമ്മിക്കാൻ പോവുകയാണ്. ഞാൻ ആരാധിച്ചു പോന്ന 2 കഥാപാത്രങ്ങളെ ഗർവോടെയും നിന്ദയോടെയും വിമർശിച്ചതിന് എനിക്ക് അദ്ദേഹത്തോട് നീരസം തോന്നി. ഞാൻ ജനലിനടുത്തേക്ക് ചെന്ന് തിരക്കേറിയ തെരുവിലേക്ക് നോക്കി നിന്നു. ഇങ്ങൊരു ആള് വളരെ സമർത്ഥനായിരിക്കാം, അതേസമയം വളരെ തണ്ടുള്ളവൻ കൂടിയാണ്, ഞാൻ സ്വയം മനസ്സിൽ പറഞ്ഞു. ഇക്കാലത്ത് യഥാർത്ഥ കുറ്റങ്ങളോ കുറ്റവാളികളോ ഇല്ല, അദ്ദേഹം സംതൃപ്തിയോടെ പറഞ്ഞു. നമ്മുടെ ഈ തൊഴിലിൽ ബുദ്ധിയുള്ളത് കൊണ്ട് എന്ത് കാര്യം? എന്റെ പേര് പ്രസിദ്ധമാക്കത്തക്ക ബുദ്ധി എന്നിലുണ്ടെന്ന് എനിക്കറിയാം. കുറ്റാന്വേഷണത്തിൽ ഞാൻ ചെയ്ത പോലെ ഇത്രയേറെ പഠിക്കുകയോ സ്വാഭാവിക പ്രതിഭയോ ഉള്ള ഒരാളും ഇപ്പോൾ ജീവിച്ചിരുന്നിട്ടുമില്ല. എന്നിട്ട് എന്തായി? കണ്ടുപിടിക്കാൻ ഒരു കുറ്റവുമില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ സുതാര്യമായ കേസുകളാണ് ലഭിക്കുക. സ്കോട്ട്ലൻഡ് യാർഡ് ഉദ്യോഗസ്ഥർക്ക് പോലും അത് കണ്ടുപിടിക്കാനാകും. ഔദദ്യം നിറഞ്ഞ അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി കേട്ടപ്പോൾ എനിക്ക് വീണ്ടും കോപം വന്നു. വിഷയം മാറ്റുകയാണ് നല്ലതെന്ന് തോന്നി. അയാൾ എന്താണാവോ അന്വേഷിക്കുന്നത്? തെരുവിന്റെ മറ്റേ ഭാഗത്തുകൂടി സാവധാനം നടന്നു വരുന്ന അതികായനായ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ചോദിച്ചു. മോടിയില്ലാത്ത വസ്ത്രം ധരിച്ച അയാൾ വീട്ടു നമ്പറുകൾ ഉത്കണ്ഠയോടെ നോക്കുന്നുണ്ട്. കയ്യിൽ വലിയൊരു നീല ലക്കോട്ടുണ്ട്. അയാളൊരു സന്ദേശവാഹകനാണെന്നത് വ്യക്തം. നാവികസേനയിൽ നിന്ന് വിരമിച്ച ആ സർജന്റിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഷെർലക് ഹോംസ് അന്വേഷിച്ചു. ഞാൻ മനസ്സിൽ കരുതി, എന്തൊരു ഡമ്പും പൊങ്ങച്ചവും. അദ്ദേഹത്തിന്റെ ഊഹം തെറ്റാണെന്നത് തെളിയിക്കാൻ എനിക്കാവില്ലെന്ന് അദ്ദേഹത്തിനറിയാം. ഈ ചിന്ത എന്റെ മനസ്സിനെ പിടികൂടുമ്പോഴേക്കും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഞങ്ങളുടെ വാതിലിന്റെ നമ്പർ കണ്ടെത്തി. എന്നിട്ട് പെട്ടെന്ന് റോഡ് മുറിച്ചു കടന്ന് ഇപ്പുറത്തേക്ക് ഓടി വന്നു. പിന്നെ കേട്ടത് ഉറക്കെ മുട്ടുന്ന ശബ്ദവും കനഗംഭീരമായ സ്വരവും
കോണി കയറി വരുന്ന കനത്ത കാലച്ഛയമാണ്. മിസ്റ്റർ ഷെർലോക്ക് ഹോംസിന് മുറിയിലേക്ക് കടന്നു വന്ന് എന്റെ സുഹൃത്തിന് കത്ത് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഇപ്പോൾ ഷെർലോക്ക് ഹോംസിന്റെ ഡംപ് അവസാനിപ്പിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. അദ്ദേഹം അധികമൊന്നും ആലോചിക്കാതെയാവാം നേരത്തെ ആ സർജന്റിനെ കുറിച്ച് പറഞ്ഞത്. എഴുത്തു കൊണ്ടുവന്ന ആളോട് ഞാൻ വളരെ സൗമ്യമായി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ തൊഴിൽ? സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം സന്ദേശവാഹകനായി ജോലി ചെയ്യുന്നു സർ. യൂണിഫോം നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്, അയാൾ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. സൈന്യത്തിൽ നിങ്ങളുടെ പദവി എന്തായിരുന്നു? ഞാൻ എന്റെ കൂട്ടുകാരന്റെ നേർക്ക് നേരിയൊരു ഈർഷ്യയോടെ നോട്ടമയച്ചുകൊണ്ട് ചോദ്യമെറിഞ്ഞു. സാർജന്റ് ആയിരുന്നു സർ. രാജകീയ നാവികസേനയിലായിരുന്നു സർ. മറുപടിയൊന്നും തരാനില്ലേ? ശരി സർ. അയാൾ തന്റെ ബോട്ട്സിന്റെ മടമ്പുകൾ കൂട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാക്കി പിന്നെ സലാം വെച്ചിട്ട് പുറത്തേക്ക് പോയി.